കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി.വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാവിലെ അവസരങ്ങൾ നൽകിയതിനായി കർത്താവിന് മുഴുവനും മഹത്വവും അർപ്പിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും വിശ്വസ്തതയും എന്നും രുചിച്ചറിയുവാൻ, ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിയുവാൻ കർത്താവ് നിങ്ങൾക്ക് അവസരങ്ങൾ നൽകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവപ്പ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചെയ്തല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം കഴിഞ്ഞ ദിവസങ്ങളിൽ പരിപാലിച്ചു. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടതെല്ലാം നൽകി. ഒന്നിനും കുറവ് വരാതെ അത്ഭുതകരമായി ദൈവത്തിൻ്റെ കരുതൽ തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ ജീവിപ്പാൻ ദൈവം നമുക്ക് അവസരം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് മുഴുവനും മഹത്വവും അർപ്പിക്കുകയാണ്. ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വേദവാക്യം മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അനുഗ്രഹിക്കപ്പെട്ട നല്ല യേശുവിൻ്റെ വാക്കാണ്. യേശു പറഞ്ഞ വാക്ക് ചലഞ്ച് ചെയ്ത് പറയുകയാണ്. യേശു തൻ്റെ മക്കളോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ അധ്വാനവും ഭാരവും നിങ്ങൾ വഹിക്കുന്നെങ്കിൽ, നിങ്ങൾ കഷ്ടപ്പെടുന്നവരാണെങ്കിൽ, നിങ്ങൾ ഒത്തിരി വേദനയിൽ കൂടെ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ, അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ കഠിനമായ തീവ്രമായ നിലയിൽ ജീവിക്കുന്ന ആളുകളെ നോക്കി യേശു കർത്താവ് പറയുക, നിങ്ങൾ എൻ്റെ അടുക്കൽ വാ. എന്നിട്ട് പറയുന്നു, ഭാരം ചുമക്കുന്നവർ. ആരാണ് ഭാരം ചുമക്കുന്നത്? എന്ത് ഭാരമാ ചുമക്കുന്നത്? ഒരു 10 കിലോ അരി കൊണ്ടുപോകുന്ന വിഷയത്തെക്കുറിച്ചല്ല അവിടെ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഭാരമേറിയ ഏതെങ്കിലും ഒരു വസ്തു എടുത്തു കൊണ്ടുപോകുന്ന വിഷയത്തെക്കുറിച്ചല്ല. മാനുഷികമായി പഠിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വാക്ക് ഭാരം ചുമക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഭാരം, ജീവിതമാകുന്ന ഭാരം. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങളില്ലേ? എങ്ങനെ മുമ്പോട്ട് പോകും, എങ്ങനെ മക്കളെ പഠിപ്പിക്കും, എങ്ങനെ ജോലി ചെയ്യും, എനിക്ക് ആരോഗ്യം കിട്ടുമോ, എനിക്ക് സൗഖ്യം ലഭിക്കുമോ, ഈ രോഗം മാറുമോ, ഇത്യാദി കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് പലപ്പോഴും ഭാരം അനുഭവിക്കാറില്ലേ? എന്നാൽ യേശു ആ ഭാരം കണ്ടിട്ട് പറയുകയാണ്, നിങ്ങളുടെ പാപം നിമിത്തമുള്ള ഭാരം, രോഗം നിമിത്തമുള്ള ഭാരം, ദുരിതം, ജീവിതത്തിലെ ദുരിതം നിമിത്തമുള്ള ഭാരം, ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരണം. ഇങ്ങനെ ഉലകത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പ്രിയരെ? നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ നമുക്കൊരു ഭാരം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, ദുരിതം വരുമ്പോൾ നമ്മളെ അടുത്ത് നിർത്തുകയാണോ ചെയ്യുന്നത്? അവർ നമ്മളെ വിട്ടു പോവുകയല്ലേ, നമ്മളെ ഇട്ടിട്ട് ഓടുകയല്ലേ ചെയ്യുന്നത്. പിന്നെ അവർ നമ്മളെ കാണാൻ വരത്തില്ലല്ലോ. നമ്മൾ തകർന്നു എന്നവർ മാറി നിന്ന് പറയും, അവൻ തകർന്നു, അല്ലെ അവൾ തകർന്നു, അത് ഗതി പിടിക്കുന്ന കേസല്ല, അത് നന്നാകത്തില്ലെന്നേ. ഇങ്ങനെ നമ്മളെ നോക്കി എത്ര വട്ടം പലരും പറഞ്ഞിട്ടുണ്ടല്ലേ. പക്ഷെ അവരെല്ലാം നമ്മുടെ ഭാരം കണ്ടപ്പോൾ, ദുരിതം കണ്ടപ്പോൾ, നമ്മുടെ ആ കഠിനമായ വേദനകളും തീവ്രമായ അവസ്ഥകളും കണ്ടപ്പോൾ നമ്മളെ വിട്ടിട്ട് ഓടിപ്പോയവരാണ്. അവരാരും നമ്മുടെ കൂടെ ഇല്ല ഇപ്പോൾ. പണ്ടങ്ങനല്ല. ഒരു പ്ലേറ്റ് കഴിച്ചവരാ, ഒരു പായി കിടന്നുറങ്ങിയവരാ, ഒരു വാഹനത്തിൽ യാത്ര ചെയ്തവരാ. പക്ഷെ ഇപ്പോൾ എന്താ സംഭവിക്കുക? നമുക്കൊരു വേദന വന്നപ്പോൾ, നമുക്കൊരു ദുരിതം വന്നപ്പോൾ, നമുക്കൊരു ഭാരം വന്നപ്പോൾ, ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ചൂടേറിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ അവരെല്ലാം നമ്മളെ വിട്ടുപോയി. എന്നാൽ ഉലകത്തിൽ യേശു മാത്രമാണ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരാൻ. നിങ്ങളുടെ ഭാരം കൊണ്ട് വാ, നിങ്ങളുടെ ആ വേദനയുണ്ടല്ലോ, ആ വേദന കൊണ്ട് വാ. നിങ്ങൾ ടയർഡായ ആ സബ്ജക്റ്റ്, അത് നിങ്ങൾ അതിൽ ഭാരപ്പെടണ്ട, നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇയ്യോബിൻ്റെ ഭാര്യ ഇയ്യോബിനെ ആശ്വസിപ്പിക്കേണ്ടവളായിരുന്നു, അല്ലേ?
പോട്ടച്ച, നമ്മുടെ മക്കളൊക്കെ മരിച്ചു, കാര്യം ശരിയാ. നമ്മുടെ മൃഗസമ്പത്തൊക്കെ മരിച്ചു, കാര്യം ശരിയാ. നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ദൈവം നമുക്ക് വഴികൾ തുറക്കും, ദൈവം നമുക്ക് ഇനിയും കുഞ്ഞുങ്ങളെ തരും, അല്ലെങ്കിൽ ദൈവം നമ്മുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുന്നൊക്കെ പറയേണ്ടവൾ, ആശ്വസിപ്പിക്കേണ്ടവൾ ഇയ്യോബിനെ നോക്കി എന്താ പറഞ്ഞു? ഹേ മനുഷ്യ, നീ ചത്തുകള. ആദ്യം നിന്റെ ദൈവത്തെ തള്ളിപ്പറ, എന്നിട്ട് നീ പോയി ചത്തുകള. അവൾക്ക് മനസ്സിലായി, ഇവൻ്റെ മക്കൾ ചത്താലും മൃഗസമ്പത്ത് ചത്താലും പുഴു മൊത്തം ശരീരത്തിൽ കയറി ഇറങ്ങി നടന്നാലും ഇയ്യോബ് ദൈവത്തെ തള്ളി പറയത്തില്ലെന്ന് ഇവർക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഇവളിൽ വ്യാപരിക്കുന്ന പിശാചിന് മനസ്സിലായി, ഇയ്യോബ് ഒരിക്കലും ദൈവത്തെ എന്ത് ചെയ്യത്തില്ല, തള്ളി പറയത്തില്ല. അപ്പം ദൈവത്തെ തള്ളി പറയാതിരിക്കുന്നിടത്തോളം കാലം ഇവൻ ജാകത്തില്ലെന്ന് നമുക്കറിയാം. ദൈവം ഉള്ളവന്, ക്രിസ്തു ഉള്ളവൻ ആത്മഹത്യ ചെയ്യത്തില്ല, ക്രിസ്തു ഉള്ളവൻ മരിക്കില്ല, ക്രിസ്തു ഉള്ളവൻ തകർന്നു പോകത്തില്ല. അതുകൊണ്ട് പിശാചിന് മനസ്സിലായി, ഇവൻ ആത്മഹത്യ ചെയ്യണമെങ്കിൽ, ഇവൻ സൂയിസൈഡ് ചെയ്യണമെങ്കിൽ 10 മക്കൾ നഷ്ടപ്പെട്ടതും മൃഗസമ്പത്ത് നഷ്ടപ്പെട്ട ആസ്തിയെല്ലാം തകർന്ന് ശരീരം മൊത്തം പുഴുക്കളെടുത്ത് ഇരിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് ഓടി രക്ഷപ്പെടാൻ ഇവൻ സൂയിസൈഡ് ചെയ്യണമെങ്കിൽ ഇവൻ്റെ അകത്തിരിക്കുന്ന ആൾ പുറത്തു പോകണം. ആരായി ഇയ്യോബിൻ്റെ അകത്തിരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ഇയ്യോബിൻ്റെ ഭാര്യ പറഞ്ഞത്, നീ പോയി ചത്തുകൂടെ. വെറുതെ അങ്ങ് പോയി ചാകാൻ പറയുന്നില്ല, നിന്റെ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് പോയി ചത്തുകൂടെ. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവി പറയാം, ആശ്വസിപ്പിക്കേണ്ട ഭാര്യ ഇയ്യോബിനെ കൊല്ലാനായിട്ട് ആഹ്വാനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇയ്യോബ് മരിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുമ്പോൾ കൂടെ നിൽക്കേണ്ടവൾ, ചൂടുവെള്ളം കൊടുക്കേണ്ടവൾ, കാല് തിരുമ്മേണ്ടവൾ, പുറമൊക്കെ ഒന്ന് ചൊറിഞ്ഞു കൊടുക്കേണ്ടവൾ നമുക്ക് ഇപ്പൊ പറയാണ്, നീ പോയി ദൈവത്തെ തള്ളി പറഞ്ഞ് ചത്തുകൂടെ, നിന്നെ എനിക്ക് വേണ്ട. കാരണം മക്കളും തീർന്നു, സമ്പത്തും തീർന്നു, ശരീരമൊക്കെ ഉള്ളത് ഇപ്പൊ പുഴുവായിരിക്കുക, നിന്നെ എനിക്ക് വേണ്ട. ഇപ്പൊ നിന്നെ നാറ്റമാണ്, പുഴുക്കൾ കയറി ഇറങ്ങിയ നിന്റെ ശരീരം അങ്ങ് വല്ലാതെ നാറുകയാണ്, അതുകൊണ്ട് നിന്നെ എനിക്ക് വേണ്ട, നീ പോയി ചാക്. കണ്ടോ, ആശ്വസിപ്പിക്കേണ്ട, കൂടെ നിൽക്കേണ്ട ഭാര്യ പറയുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ നമ്മുടെ കൂടെ ആരും കാണില്ല. നമ്മുടെ മാതാപിതാക്കൾ കാണത്തില്ല, നമ്മുടെ കൂടെ ജനിച്ച സഹോദരങ്ങൾ കാണത്തില്ല. ഒരുപക്ഷെ നമ്മളെ നൊന്തു പ്രസവിച്ച, നമുക്ക് ജന്മം തന്ന നമ്മുടെ അപ്പനോ അമ്മയോ നമ്മുടെ കൂടെ നാളെ കണ്ടില്ലെന്ന് വരാം. എന്നാൽ എൻ്റെ യേശു ഇന്ന് പകൽ പറയുക, നിങ്ങളേത് ഭാരം ചുമക്കുന്ന വിഷയവുമായിട്ടാണ് ജീവിക്കുന്നതെങ്കിലും, ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും, നിങ്ങളെ വിഷയത്തിൽ സഹായിക്കുവാൻ ഇവിടുത്തെ ഒരു മനുഷ്യർക്കും കഴിഞ്ഞില്ലെന്ന് വന്നാലും, പഞ്ചായത്ത് മെമ്പർക്കോ വാർഡ് മെമ്പർക്കോ വീട്ടുകാർക്കോ കൂട്ടുകാർക്കോ പള്ളിയിലെ പുരോഹിതനോ നിങ്ങളുടെ വിഷയത്തിൽ പരിഹാരം തരാൻ കഴിഞ്ഞില്ലെങ്കിലും, യേശുപ്പ ഇന്ന് പകൽ ചിലതിനെ നോക്കി പറയുക, നിങ്ങൾ എൻ്റെ അടുക്കൽ വാ. പോരെ മക്കളെ, യേശു പറയുന്ന പറച്ചിൽ കേട്ടോ, നിങ്ങൾ എന്തിനാ ഭാരപ്പെടുന്നേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാം, ആശ്വസിപ്പിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, ആമേൻ, നിങ്ങളുടെ ജീവിതത്തിൽ അധൈര്യപ്പെടരുത്, ധൈര്യപ്പെട്ടിരിക്കുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മൾ കേട്ടു, ഒരു 3-4 എപ്പിസോഡ് നമ്മൾ അത് ശ്രവിക്കാനിടയായി. എന്നാൽ ഇന്ന് പകൽ കർത്താവ് പറയുകയാണ്, യേശു പറയുകയാണ്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവനാണ്. നമ്മളെ കൊല്ലുന്നവനല്ല, തകർക്കുന്നവനല്ല, നമ്മളെ വേണ്ടാന്ന് പറയുന്നവനല്ല, നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമ്മളെ ചേർത്ത് വയ്ക്കുന്ന, കരുതുന്ന ഒരു നല്ല പിതാവായി കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഈ തകർന്നിരിക്കുന്ന ജനത്തെ നോക്കി, പാപം നിമിത്തവും രോഗം നിമിത്തവും ദുരിതം നിമിത്തവും താഴ്ച ഭവിച്ച ജനത്തെ നോക്കി യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക. എന്നിട്ട് യേശുവിനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അതാണ് 29-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ. അപ്പൊ യേശു ആരാ? സൗമ്യതയുള്ളവൻ, താഴ്മയുള്ളവൻ ആകയാൽ എൻ്റെ നുകം എടുത്തുകൊണ്ട് എന്നോട് പഠിപ്പീൻ. നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത വലിയൊരു നുകമാണ് നിങ്ങളുടെ തോളിൽ എന്ത് ചെയ്യുന്നത്, വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഞാറ് നടുന്ന സമയത്ത് കണ്ട ഉഴുതുമറിക്കും. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെ വീടിൻ്റെയൊക്കെ ആ ഫ്രണ്ടിലെ സ്കൂളിലൊക്കെ പോകുന്ന വഴിയിൽ കണ്ടമുണ്ടായിരുന്നു. അപ്പോൾ കണ്ടത്തിൽ ആ കാളയം കൊണ്ട് കലപ്പ വെച്ച് ഇതിനെ ഇളക്കിയിട്ട് വെള്ളം കയറ്റി അതിനെ ഒരു
ഒരു ഒരു ഒരു പളുപ്പ് രീതിയാക്കി ആ കണ്ടം അങ്ങനെ ഇടും. എന്നിട്ട് അതിനകത്താണ് ഈ വിത്ത് വിതറിയിടുന്നത്. അപ്പൊ ഈ ഒരു കലപ്പയുടെ രണ്ടറ്റത്തും രണ്ട് കാളയെ വെച്ച് കെട്ടി ഇതിനെ ഇങ്ങനെ എന്ത് ചെയ്യുക, കൊണ്ടുപോവുക. അപ്പൊ ഭാരമേറിയ കലപ്പ ഈ കാളയുടെ തോളിൽ ഇരിക്കുമ്പോൾ ഈ കാളയെ നയിക്കുന്ന ഈ കൃഷിക്കാരൻ പറയുന്നത് പോലെ കാള എന്ത് ചെയ്യും, കേൾക്കും. ഓടിപ്പോവാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഭാരമേറിയ ഒരു കലപ്പയാണ് അവൻ്റെ തോളിൽ ഇരിക്കുന്നത്, ഒരു നുഖമാണ് അവൻ്റെ തോളിൽ ഇരിക്കുന്നത്. ഈ നുഖം ഇരിക്കുമ്പോൾ യജമാനൻ നിശ്ചയിക്കുന്ന നിലയിൽ മാത്രമേ ആ കാളയ്ക്ക് പോകാൻ പറ്റൂ. എന്നാൽ ഇവിടെ ഈ മനുഷ്യന്റെ ഉള്ളിൽ പിശാച് വലിയൊരു നുഖം വെച്ചിരിക്കുക. നീ ഉയരല്ല, നിവർന്ന് നിൽക്കരുത്, നീ ഫ്രീ ആകരുത്, നിനക്ക് ഫ്രീഡം ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് പിശാച് ഒരു നുഖം എന്ത് ചെയ്യുക, ഇവന്റെ തോളിൽ അങ്ങ് വെച്ചിരിക്കുക. ആ തോളിൽ പിശാച് നുഖം വെച്ചിരിക്കുമ്പോഴാണ് അവന് എന്താകുന്നത്, ഭാരം വർദ്ധിക്കുന്നതും പാപം വർദ്ധിക്കുന്നതും രോഗം വർദ്ധിക്കുന്നതൊക്കെ ഈ വലിയ പിശാച് വെച്ച ഈ നുഖം, വലിയ നുഖം തോളിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇവൻ ഇപ്പോൾ കൂനിയായിരിക്കുന്നത്, നിവർന്ന് നിൽക്കാൻ പറ്റത്തില്ല. നടക്കുമ്പോഴും കൂനിയ നടക്കുന്ന, വലിയ ഭാരം കൊണ്ട് നടക്കുക. ഇന്ന് രാവിലെ ചിലരെന്നെ കേൾക്കുന്നുണ്ട്, വലിയ ഭാരം കൊണ്ട് നടക്കുന്നവർ, നാളുകളായി വർഷങ്ങളായി ഒരു നുഖം തോളിൽ ഇരിക്കുന്ന പോലെ മക്കളുടെ വിഷയങ്ങൾ ചുമ്മിക്കൊണ്ട് നടക്കുന്ന, ഭർത്താവിൻ്റെ വിഷയങ്ങൾ ചുമ്മിക്കൊണ്ട് നടക്കുന്ന, വീടിൻ്റെ വിഷയങ്ങൾ ചുമ്മിക്കൊണ്ട് നടക്കുന്ന ആളുകൾ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങൾക്ക് ദൂത് കൈമാറുകയാ. ഇന്നത്തെ പ്രവചന ദൂത് പിടിച്ചോ. പരിശുദ്ധാത്മാ പറയുന്നു, പിശാച് വെച്ച സകല നുഖങ്ങളെയും കർത്താവ് ഒടിച്ചു കളഞ്ഞിട്ട്, ഹല്ലേലൂയ, താഴ്മയും സൗമ്യതയുമുള്ള യേശുവിൻ്റെ നുഖം നിന്റെ തോളിൽ അങ്ങോട്ട് വെച്ചു തരും. എന്നോട് ചേർന്ന് പഠിപ്പീനെന്നാണ് പറഞ്ഞത്. ആ തോളിലോട്ട് ആ നുഖം വെച്ചു തരുമ്പോൾ അവിടെ വായിക്കുകയാണ് കർത്താവിൻ്റെ നുഖത്തിൻ്റെ പ്രത്യേകത. 30-ാമത്തെ വാക്യം, എൻ്റെ നുഖം മൃദുവും. കണ്ടോ, സാത്താൻ വെച്ചത് ഭാരമുള്ളതാണെങ്കിൽ, മുള്ളുള്ളതാണെങ്കിൽ, വേദനയുള്ളതാണെങ്കിൽ, യേശുപ്പായുടെ അടുക്കലേക്ക് വരുന്ന ജനത്തെ നോക്കി പറയുക, ഞാൻ വെക്കുന്ന നുഖത്തിൻ്റെ പ്രത്യേകത പിശാച് വെച്ച നുഖം പോലല്ല, എൻ്റെ നുഖം അത് മൃദുവാണ്, മൃദുവായിരിക്കും. അപ്പോൾ തന്നെ പറയുകയാണ്, എൻ്റെ ചുമട് ലഘുവുമാണ്. ഞാൻ നിന്റെ തോളിൽ ഒരു ചുമട് വെച്ച് തന്ന ലഘുവ എന്ന് പറഞ്ഞാൽ നിനക്ക് പൊക്കിക്കൊണ്ട് നടക്കാൻ പറ്റുന്നതാണ്, നിനക്ക് ചുമ്മിക്കൊണ്ട് നടക്കാൻ പറ്റുന്നതാണ്. നിനക്ക് ചുമ്മാൻ പറ്റാത്ത ഒന്നും നിന്റെ തോളിൽ എന്ത് ചെയ്യില്ല, ഞാൻ വെക്കുകയില്ല. യേശുവിൻ്റെ അടുക്കൽ നീ വന്നിട്ടുണ്ടെങ്കിൽ, യേശുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ, യേശുവിനായി സമർപ്പിക്കപ്പെട്ട ഒരു ദൈവവേദലാണ് നീ എങ്കിൽ, നിന്റെ ഉള്ളിൽ കർത്താവ് ഉണ്ടെങ്കിൽ, കർത്താവിൻ്റെ ചുമട് ലഘുവാണ്, കർത്താവ് വെക്കുന്ന നുഖം മൃദുവാണ്. കാളയുടെ തോളിൽ ഈ വലിയ നുഖം വെച്ച് കഴിയുമ്പോൾ പുറം പൊട്ടും, അത് പിന്നെ വലിയ പ്രയാസമാവും. പക്ഷെ പിശാച് നമ്മുടെ തോളിൽ വെച്ചത് നമ്മുടെ പുറം പൊട്ടി ഒലിച്ച് പഴുത്ത് വൃണമാകണമെന്നാണ് പിശാച് ആഗ്രഹിക്കുന്നത്. എന്നാൽ യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ആശ്വസിപ്പിക്കുന്ന കണ്ടോ, ആ വലിയ ഭാരമുള്ള ആ നുഖം അങ്ങോട്ട് ഒടിച്ചു കളഞ്ഞിട്ട് മൃദുവായ ഒരു നുഖം നിന്റെ തോളിൽ അങ്ങ് വെക്കും. എന്നിട്ട് നിനക്ക് പൊക്കാൻ പറ്റുന്ന ഒരു ലഘുവായ ഭാരം കൂടെ നിനക്ക് തരും. പൊക്കാൻ പറ്റുന്നത് എന്തിനറിയാമോ, നീ വഴിതെറ്റി പോകാതിരിക്കാനാ, നീ പിന്മാറിപ്പോകാതിരിക്കാൻ ചെറിയ ഭാരം ദൈവം നിനക്ക് തരും. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച ദൈവത്തിൻ്റെ പൈതൽ എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ദൈവമക്കളായി തീർന്നിട്ടും കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടും കൽപ്പന അനുസരിച്ചിട്ടും നിങ്ങളുടെ വിഷയത്തിൽ ചെറിയൊരു ഭാരം നിങ്ങൾ വഹിക്കുന്നില്ലേ, അത് കർത്താവ് അറിഞ്ഞിട്ടാ. പക്ഷെ ആ ഭാരം ഉണ്ടല്ലോ, നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തതൊന്നും നിങ്ങളുടെ തോളിൽ കർത്താവ് വെച്ച് തന്നിട്ടില്ല. അതിന് വ്യക്തമായിട്ട് പറയും, മത്തായി സുവിശേഷം 11-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ പറയുക, അത് എൻ്റെ ചുമട് ലഘുവാണ്, ലഘുവായ ചുമട്. പൗലോസിൻ്റെ മേൽ ചുമട് വെച്ച് കൊടുത്തു. പൗലോസ് അത് ദൈവത്തോട് പറഞ്ഞു, മാറ്റിത്തരണോ. യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ അങ്ങ് തികഞ്ഞു വരുന്നതാ. അതുകൊണ്ട് ഈ നുഖത്തിൻ്റെ പുറത്ത് നീ നിരാശപ്പെടേണ്ട. എൻ്റെ പ്രിയപ്പെട്ടോട് ഞാൻ പറയാം, എൻ്റെ 9 വയസ്സ് പ്രായമുള്ള കുഞ്ഞും 6 വയസ്സ് പ്രായമുള്ള കുഞ്ഞും എൻ്റെ അടുക്ക വരുമ്പോൾ ഞാനിവിടെ ഇരിക്കുന്ന വലിയൊരു അലമാര എടുത്ത്
ചുമ്മി പുറത്തു കൊണ്ട് വെക്കണമെന്ന് പറയത്തില്ല. എന്താ പറയാത്തെ? അലമാര അവൻ്റേതാ, ഞാൻ അവൻ്റേതാ. പക്ഷേ ഞാൻ ഒരിക്കലും പറയത്തില്ല, മോനെ ഈ അലമാര നീ ഇവിടുന്ന്, അല്ലെങ്കിൽ മക്കളെ നിങ്ങൾ രണ്ടുപേരൂടെ വന്നിട്ട് ഈ അലമാര ഈ ബെഡ്റൂമിൽ നിന്ന് പൊക്കിയെടുത്ത് അല്ലെങ്കിൽ ഈ സ്റ്റുഡിയോയിൽ നിന്ന് പൊക്കിയെടുത്ത് നിങ്ങൾ പുറത്തു കൊണ്ട് വെക്കുന്ന ഞാൻ ഒരിക്കലും പറയത്തില്ല. എൻ്റെ മക്കളല്ലേ, എനിക്ക് പറയാൻ അധികാരം ഉണ്ടല്ലോ. പക്ഷെ എന്നിട്ടും ഞാൻ ആ അധികാരം ഉപയോഗിക്കത്തില്ല. കാരണം എന്താ അറിയാമോ? എനിക്കറിയാം എൻ്റെ കുഞ്ഞ് എത്ര കിലോ വരെ പൊക്കാൻ കപ്പാസിറ്റി ഉണ്ടെന്നുള്ള കാര്യം. എൻ്റെ 9 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ എത്ര കിലോ വരെ പൊക്കാൻ പറ്റുമെന്ന് കപ്പാസിറ്റി ഉണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ 6 വയസ്സുള്ള കുഞ്ഞിന് എത്ര കിലോ പൊക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ സാധനങ്ങൾ വാങ്ങി കാറിൽ വന്നിട്ട് വാസ്നേജിൻ്റെ മുമ്പിൽ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തപ്പോൾ എൻ്റെ ഇളയ കുഞ്ഞ് വന്ന് അതിനകത്ത് ഓരോ സാധനങ്ങൾ കാറിൽ നിന്ന് പറക്കിയെടുത്തു. ഞാൻ പറഞ്ഞു, മോനെ എടുക്കരുത്, നിനക്കത് താങ്ങാൻ പറ്റത്തില്ല. ഇല്ല പപ്പ, ഞാൻ കൊണ്ടുപോക്കോളാം എന്ന് പറഞ്ഞ് വലിച്ചു കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ക്ഷീണിതനായത് കണ്ടപ്പോൾ ഞാൻ ഓടിച്ചെന്ന് അത് വാങ്ങി വീടിനകത്ത് ഞാൻ കൊണ്ടുവച്ചു. കാരണം എനിക്കറിയാം എൻ്റെ കുഞ്ഞിന് എത്ര മാത്രമേ ഒരു വെയിറ്റ് ചുമക്കാൻ പറ്റൂ എന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യേശു അപ്പായുടെ അടുക്കൽ വന്നാൽ ഉള്ള ഭാരം മൊത്തം നിന്റെ തോളിൽ അങ്ങ് വെച്ച് തന്നിട്ട് എങ്ങനെയല്ലേ നീ ജീവിക്കുമെന്ന് പറയുന്ന ഒരാളല്ല എൻ്റെ യേശു. എനിക്ക് എത്രമാത്രം എൻ്റെ ഭാരം ചുമക്കാൻ പറ്റുമെന്ന്, എനിക്ക് എത്രമാത്രം ഭാരം എടുക്കാൻ പറ്റുമെന്ന് എൻ്റെ അപ്പായ്ക്ക് നന്നായിട്ടറിയാം. അതനുസരിച്ചേ എൻ്റെ തരത്തുള്ളൂ. 50 കിലോ എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ, അല്ലാതെ എനിക്ക് 20 കിലോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. എന്നെ 50 എടുപ്പിക്കുന്നവനല്ല എൻ്റെ അപ്പ. അതാണ് എൻ്റെ യേശുവിൻ്റെ സ്നേഹം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പിശാച് വെച്ച നുഖമല്ല ഞാൻ നിനക്ക് വെക്കുന്നത്, ഞാൻ നിനക്ക് വെക്കുന്ന നുഖം എങ്ങനെയുള്ള മൃദുവാണ്. പിശാച് വെച്ച ചുമടല്ല ഞാൻ നിന്റെ തോളി വെക്കാൻ പോകുന്നേ, ഞാൻ വെക്കുന്ന ചുമട് ലഘുവാണ്. നിനക്ക് താങ്ങാൻ പറ്റാത്തത് ഒന്നും ഞാൻ നിനക്ക് തരത്തില്ല, താങ്ങാൻ പറ്റുന്നത് മാത്രമേ ഞാൻ നിനക്ക് തരത്തുള്ളൂ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ താങ്ങാൻ പറ്റാത്ത എന്തെങ്കിലും നിനക്കുണ്ടോ? മക്കളുമായുള്ള വിഷയത്തിൽ താങ്ങാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ? നിനക്ക് തോന്നിയേക്കാം എനിക്കിത് താങ്ങാൻ പറ്റത്തില്ല. എന്നാൽ സ്വർഗം നിന്നെ നോക്കുമ്പോൾ സ്വർഗത്തിനറിയാം നിനക്കിത് താങ്ങാൻ പറ്റുമെന്ന്. അഥവാ താങ്ങാൻ പറ്റാത്തതാണ് പിശാച് കൊണ്ട് വെക്കുന്നതെങ്കിൽ ഓടിച്ചെല്ല്. മത്തായിയുടെ സുവിശേഷത്തിൽ ഇവിടെ 11-28 വാക്യത്തിൽ വായിക്കുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ, എല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ. 1-2 പേരെന്നല്ല, എല്ലാവരും. അധ്വാനിക്കുന്ന ആരുണ്ടോ, ഭാരം ചുമക്കുന്ന ആരുണ്ടോ, നിങ്ങൾ നിരാശപ്പെടേണ്ട, ഓടി വരിക. ഞാൻ നിങ്ങളുടെ നുഖം മാറ്റിയിട്ട്, നിങ്ങളുടെ ഭാരം മാറ്റിയിട്ട്, ഞാൻ മൃദുവായൊരു നുഖം നിന്റെ തോളിൽ വെച്ച്, ലഘുവായ ഒരു ഭാരം നിന്റെ തോളിൽ വെച്ച് ഞാൻ നിന്നെ നയിക്കും. ഞാൻ രസകരമായി ഈ വാക്യം വായിച്ചിട്ട് കർത്താവിനോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എൻ്റെ പേഴ്സണൽ ടോക്കിങ്ങിനകത്ത് കർത്താവിനോട് ഞാനൊരു ചോദ്യം ചോദിച്ചു. എൻ്റെ കർത്താവിനോട് പേഴ്സണലി ഞാൻ സംസാരിക്കും. ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്ന പോലെ ചിലപ്പോൾ ഞാൻ വെറുതെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കും യേശുവിനോട്. ചിലപ്പോൾ ചോദ്യങ്ങളായിരിക്കും, ചിലപ്പോൾ പരാതികളായിരിക്കും, ചിലപ്പോൾ നന്ദി ആയിരിക്കും പറയുന്നത്. എനിക്ക് അന്നേരത്തെ ആ സീസണിൽ എന്താ എനിക്ക് പറ്റുന്നത് അത് ഞാൻ പറയും. ഒരിക്കൽ ഞാൻ എൻ്റെ കർത്താവിനോട് ഞാൻ ഈ വാക്യം വായിച്ചിട്ട് രസകരമായ നിലയിൽ ഞാൻ ചോദിച്ചു, എൻ്റെ കർത്താവേ, സാത്താൻ വെച്ച ഈ ഭാരവും വേദനയും അധ്വാനവും ഈ കഷ്ടതയൊക്കെ എടുത്തു മാറ്റിയിട്ട് കർത്താവ് പിന്നെയും നുഖവും ഭാരവും വെക്കുന്ന എന്തിനാ? എന്നാൽ പിന്നെ പഴയത് തന്നെ ഇരുന്നാൽ പോരെ എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞത്, യേശു എന്നോട് പറഞ്ഞത് ഞാൻ പറയാം. എൻ്റെ കുഞ്ഞെ, സാത്താൻ വെച്ച നുഖമല്ല ഞാൻ വെച്ചത്, സാത്താൻ വെച്ച ഭാരമല്ല ഞാൻ വെച്ചത്. അപ്പോഴും ഞാൻ പിന്നെയും ചോദിച്ചു, കർത്താവേ, അങ്ങ് ഫ്രീ ആക്കി വിട്ടുകൂടെ? എന്തിനാണ് ഈ ലഘുവായതാണെങ്കിലും മൃദുവായതാണെങ്കിലും എന്തിനാ ഒരു നുഖത്തിൻ്റെ കീഴിൽ നിർത്തുന്നത്? എന്തിനാണ് തോളിൽ ഇത് വെച്ചുവിടുന്നത് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്നോട് വീണ്ടും പറഞ്ഞു. ആ പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. എനിക്ക് കർത്താവിന് ഒത്തിരി പ്രിയവും ഇഷ്ടവും തോന്നി. എന്നോട് പറഞ്ഞത് ഇങ്ങനെയാ, മോനെ, ഇനി ആ പിശാച് നിന്റെ തോളിൽ ഒന്നും കൊണ്ടുവെക്കാതിരിക്കാൻ ഞാൻ ആ സ്പേസ് എന്ത് ചെയ്താണ്, അത് റിസീവ് ചെയ്തതാണ്. നിന്റെ തോളിൽ ഞാൻ ഏറ്റെടുത്തതാണ്. എൻ്റെ നുഖമിരിക്കുമ്പോൾ ഇനി പിശാചിന് അവൻ്റെ നുഖം വയ്ക്കാൻ പറ്റത്തില്ല.
എൻ്റെ ചുമടിരിക്കുമ്പോൾ പിശാചിന് ഇനി അവൻ്റെ ചുമട് കൊണ്ടുവന്ന് നിന്റെ തോളി വെക്കാൻ പറ്റത്തില്ല. ഓൾറെഡി നീ ബുക്കിഡാണ്. സാത്താൻ നോക്കുമ്പോൾ ഓൾറെഡി നീ എൻ്റെ കീഴിലാണ് എന്ന് പിശാച് കാണേണ്ടതിനാ ഞാനിത് വെച്ചിരിക്കുന്നത്. പക്ഷേ നിനക്ക് താങ്ങാൻ പറ്റാത്തത് ഞാൻ വെച്ചിട്ടില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയും, 2025 അവസാന മണിക്കൂറുകളും ദിവസങ്ങളിലും ആഴ്ചകളിലേക്ക് വന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ വിളിച്ചു പറയാ, നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഒന്ന് ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്തതൊന്നും കർത്താവ് തന്നിട്ടില്ല. അങ്ങനാണെങ്കിൽ ദൈവം തരുന്നത് മൃദുവാണ്, അത് ലഘുവാണ്. ഇനി നിനക്ക് സഹിക്കാൻ പറ്റാത്തതാണ്, നിനക്ക് നിവർന്നു നിൽക്കാൻ പറ്റാത്തതാണ് നിന്റെ തോളിൽ വെച്ചിരിക്കുന്നതെങ്കിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് നീ ഓടിച്ചെല്ല്. വേദപുസ്തകത്തിൽ കാണുന്നില്ലേ, വർഷങ്ങൾ പഴക്കമുള്ള കൂനു പിടിച്ച ഒരു രോഗിയായ ഒരമ്മ ആലയത്തിൽ ചെന്നത്. യേശു പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൂനിയായിരിക്കുന്ന സ്ത്രീയെ കണ്ടിട്ട് യേശുവിന് മനസ്സലിവ് തോന്നി. യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു. കൂനിയായിരിക്കുക, കാരണം അവിടെ മുതുകത്ത് പിശാച് ഭാരം വെച്ചിരിക്കുക. നിവർന്ന് നിൽക്കാൻ പറ്റത്തില്ല, അവർക്ക് നിവർന്ന് നടക്കാൻ പറ്റത്തില്ല, നിവർന്ന് നോക്കാൻ പറ്റത്തില്ല, ഭാരം വെച്ചിരിക്കുകയാണ്. എന്നാൽ യേശു ഒറ്റ വാക്കിൻ്റെ മുമ്പിൽ അവളുടെ മുഖം പൊട്ടിച്ചു കളഞ്ഞിട്ട് അവൾ നിവർന്നു എന്ന് വായിക്കുന്നെങ്കിൽ, ഇന്ന് രാവിലെ ചിലതിനെ നോക്കി ഞാൻ ദൂത് പറയാ, വർഷങ്ങളായി നീ ഉയർന്നു വരാതിരിക്കാൻ, വർഷങ്ങളായി നീ ഗതി പിടിക്കാതിരിക്കാൻ, വർഷങ്ങളായി നിന്റെ കുഞ്ഞുങ്ങൾക്കൊരു നന്മ ഉണ്ടാകാൻ, ഒരു ജോലി കിട്ടാതിരിക്കാൻ, വർഷങ്ങളായി നിന്റെ കുഞ്ഞുങ്ങൾക്കൊരു ഭാവി ഉണ്ടാകാതിരിക്കാൻ പിശാച് ഭാരമേറിയ മുഖം നിന്റെ ആൺകൊച്ചിൻ്റെ പെടലിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ, നിന്റെ പെങ്കൊച്ചിൻ്റെ പെടലിക്ക് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയാ, യേശുവിൻ്റെ അടുക്കൽ ആ വേദനയുമായിട്ട് നീ ഓടി വന്നാൽ, പിതാവേ യേശുവേ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് അധ്വാനിക്കുന്ന ഭാരം ചുമക്കുന്ന നീ യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി വന്നാൽ, യേശു അപ്പ സാത്താൻ നിന്റെ തോളിൽ വെച്ചിരിക്കുന്നത് എടുത്തു കളഞ്ഞിട്ട് കർത്താവിൻ്റെ മുഖം നിന്റെ തോളിൽ വെക്കും, കർത്താവിൻ്റെ ഭാരം നിന്റെ തോളിൽ വെക്കും. എൻ്റെ യേശു ആരാണ്? സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. എന്നിട്ട് യേശു പറയുകയാണ്, ആകയാൽ എൻ്റെ മുഖം ഏറ്റ് കൊണ്ട് എന്നോട് പഠിപ്പി. യേശുവിനോട് ചേർന്ന് നടക്കാൻ, യേശുവിനോട് ചേർന്ന് ജീവിക്കാൻ, യേശുവിനോട് ചേർന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ സ്ഥിതി ദൈവം മാറ്റും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ കണ്ണുനീർ കർത്താവ് തുടയ്ക്കും. നിങ്ങളുടെ വേദന ദൈവം എടുത്തു മാറ്റും. ഒരിക്കലും നിങ്ങൾ തകർന്നു മുടിഞ്ഞു പോകാൻ എൻ്റെ യേശുവപ്പ അനുവദിക്കത്തില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മേൽ ആധിപത്യം ഉണ്ട് എന്നും സാത്താൻ വെച്ച നുഖത്തെ എടുത്തു കളഞ്ഞിട്ട് കർത്താവ് ഞങ്ങൾക്കൊരു നുഖം തരുമെന്നും, കർത്താവ് ഞങ്ങൾക്കൊരു ഭാരം തരുമെന്നും, പക്ഷെ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തതല്ല, ഞങ്ങൾക്ക് ചുമക്കാൻ കഴിയാത്തതല്ല ഞങ്ങൾക്ക് തരുന്നത്. ഞങ്ങൾക്ക് ഈസിയായി എടുത്തുകൊണ്ട് നടക്കത്തക്ക നിലയിൽ ചില ഞങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയോട് ചേർന്ന് ആശ്വാസം കണ്ടെത്താൻ നീ ഞങ്ങളെ ഒരുക്കണമേ. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും ഈ സന്ദേശം ഒരാശ്വാസമാകട്ടെ. കഴിഞ്ഞ നാളുകളിൽ അധ്വാനിച്ചിട്ട് ഗതി പിടിക്കാത്ത, ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ മക്കളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഇവരുടെ അധ്വാനത്തിന് മറുപടി കൊടുക്കണം, പ്രതിഫലം കൊടുക്കണം, ഉയർച്ച കൊടുക്കണം. കർത്താവേ, ഇവൻ്റെ ഭാരം ഇവരുടെ ഉള്ളിൽ നിന്ന് നീക്കണം. കർത്താവേ, യേശു അപ്പ ഇവരെ വിടുവിക്കണമേ. ഇവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തണമേ. ഇവരുടെ കുഞ്ഞുങ്ങളെ ദൈവം പരിപാലിക്കണമേ. ഇവരുടെ വീട്ടിനകത്ത് ദൈവിക പദ്ധതി വെളിപ്പെടുത്തണമേ. ഇവർ കാല് വയ്ക്കുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ധൈര്യമായിട്ടിരിക്കൂ. കർത്താവിൻ്റെ അടുക്കൽ നിങ്ങൾ വരൂ. നിങ്ങളുടെ ഭാരവും നിങ്ങളുടെ അധ്വാനവും അറിയുന്ന ഒരുവനുണ്ട്, അതെൻ്റെ യേശു അപ്പായാണ്. യേശുവിൻ്റെ അടുക്കൽ നിങ്ങൾ ഓടിച്ചെല്ല്. ആശ്വാസം അവിടെ കണ്ടെത്താൻ കഴിയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയരെ, യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം. നിങ്ങളറിഞ്ഞോ, കോട്ടയം വാകത്താനം ഞാലിയാങ്കുഴി ബസ് സ്റ്റാൻഡിനടുത്തുള്ള ടാബർനാക്ക ചർച്ചിൽ ഈ മാസം 22 മുതൽ 31 വരെ വിടുതൽ ശുശ്രൂഷയും വചനധ്യാനവും നടക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ 10:30 മുതൽ 1 മണി വരെയും, ഉച്ച കഴിഞ്ഞ് 3 മുതൽ 4 വരെയും, വൈകിട്ട് 7 മുതൽ 9 വരെയുമാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത്. ഈ തലമുറയിൽ യേശു ശക്തമായി ഉപയോഗിക്കുന്ന അഭിഷിക്തന്മാരാണ് ഓരോ ദിവസവും നിങ്ങൾക്കായി ശുശ്രൂഷിക്കുന്നത്. ദൈവവചന ധ്യാനം നടത്തുകയും രോഗികൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്വർഗം ചാഞ്ഞിറങ്ങി വരുന്ന ആരാധന ഗീതങ്ങൾ, പ്രൈസ് ആൻഡ് വർഷിപ്പുകൾ. തീർച്ചയായും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ നാഴികക്കല്ലായിരിക്കും.
ഈ വർഷത്തിൽ പ്രാപിക്കാതെ പോയ സകല നന്മകളും തിടുക്കത്തോടെ യേശു നമുക്ക് വേണ്ടി ചെയ്യും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ കണ്ണുനീർ യേശു തുടയ്ക്കും. വരിക, സംബന്ധിക്കുക, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിനുള്ള സകല നിറവുകളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ടാബർനാക്കൽ ചർച്ച ഒരുക്കുന്ന ഈ വിടുതലും ശുശ്രൂഷ നിങ്ങളുടെ ചരിത്രം മാറ്റുന്ന ദിവസമായിരിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.